ഏതവനായാലും എന്താ? ഇവിടെ ചോദിക്കാൻ പറയുന്ന ആളില്ലെന്ന് വെച്ചോ. കെട്ടിച്ചിട്ട് മാസം ഒന്നും പോലും ആയില്ല. ഇത് 4ാമത്തെ തവണ പൊളിക്കുന്നേ. നിങ്ങൾ തന്നെ പൊളിച്ചത്. നിങ്ങൾ അറിയാതെ നടക്കുകയല്ല. പിന്നെ എന്റെ കൂടി രാത്രി വേലി വിളിക്കലല്ലേ? നീ അല്ലെങ്കിൽ ഇതിന്റെ എലുമ്പന്നായിരിക്കും. നിർത്ത. നീ ആരെയാടാ പേടിപ്പിക്കുന്നത്? എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ മോൻ ആരാണെന്ന് അറിയാലോ. അവനകത്തുണ്ട്. അവൻ പോലീസാന്ന് അറിയാലോ. സൂക്ഷിച്ച് സംസാരിക്കണം. പോലീസുകാരുണ്ടെന്ന് വിരട്ടില്ലേ നിങ്ങൾ സ്റ്റേഷനിൽ ചെന്നിട്ട് മതി. ഓരോ തോന്നിയാസം കാണിച്ചിട്ട് തൊപ്പി കാട്ടി പേടിപ്പിക്കാനോടോ. ഒന്നും മിണ്ടാതിരിക്കാ. ചിക്കേരിപ്പൊടിയാകത്തെ മിണ്ടാതിരിക്കാൻ. എന്നാ പിന്നെ അയൽക്കാരെ പേടിച്ച് കെട്ടിപ്പറിക്കാൻ സ്ഥലമിടാം. ഓ തന്റെ ഒരു വേലിയും കൂലിയും. വെറുതെ നേരം വെക്കുമ്പോ തൊട്ട് ഞങ്ങളുടെ നേരെ വെക്കിട്ടാൻ വന്നാലേ ഒരു കാര്യമല്ലേ? കിടന്ന് ചെലിക്കാതെ കയറിപ്പോടോ. ചെറിയ വന്നാലേ ലാത്തി കൊണ്ടായിരിക്കും മറുപടി. നിന്നവൻ പോലെ പട്ടാളത്തില്ല. പട്ടാളം എന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട. പോയിട്ട് 4 മാസം പോലും ആയില്ല. അതിനു മുമ്പ് ആ പേരും പറഞ്ഞ് ഞെളിയല്ലേ. നീ ആരാണ് അത് പറയാൻ? നിന്നെ പോലെ ഉണക്ക പോലീസ് അല്ല അവൻ. അവനെങ്കാരി അറിഞ്ഞ നിന്റെ കഥ കഴിക്കും. അവൻ വന്നതേ ഞങ്ങളുടെ രോമം പറിക്കില്ല എന്നിട്ടാ. നിങ്ങളുടെ വിത്തക്കാരി ചേർക്കണില്ലേ? അവനവിടെ പട്ടാളത്തിൽ എന്തോ കാണിക്കാനാ? നിന്റെ പോലടി വിത്തം എന്നെ അവിടെ പറയിപ്പിക്കണ്ട. നാട്ടുകാരൊക്കെ കേക്കും. കേക്കട്ടടി. എനിക്കേതായാലും രണ്ടിലൊന്നും അറിയണം. ഈ വേലി പൊളിച്ച ആരാന്ന് അറിയണം. താൻ തന്നെ ആയിരിക്കും വിളിച്ചത്. നിന്റെ മറ്റൊരാടി വിളിച്ചത്. ഈ അച്ഛനല്ല വിളിച്ചത്. നീ ഒന്നും ഉണ്ടായില്ലടാ. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ വേലിയാട്ടം വിളിക്കലൊക്കെ തന്നെ വീട്ടുകാർക്കായിരിക്കും. എന്റെ തനിയാറെന്ന് എനിക്ക് അറിയില്ല. പേടിപ്പിക്കാതെ വേലി പൊളിച്ച സമാധാനം പറയണോ. നേരമായി ഞാൻ ക്ഷമിക്കുന്നു. അടിച്ചു തന്നെ ഡെപ്റ്റി അന്തരിപ്പിക്കും. ഓട്ടന്നേ നിങ്ങൾ നിസ്സാര കാര്യത്തിനടുത്ത് വെട്ടാനും കുത്താനൊക്കെ പട്ടാളത്തിന് അവരെങ്കിലും വന്നോട്ടെ. അതുവരെ ഞാൻ ക്ഷമിക്കുക. വാടി വിടറോ. മോനെ വാ. That's good one. Good one. Where is Britas? Britas will come soon. Do one thing. Shall we go to Jainville? Yeah, why not? Ohayo gozaimasu. Ohayo gozaimasu. Konnichiwa. Totomai. എന്റെ സ്വപ്നങ്ങൾക്ക് പൊക്കം വെക്കുകയാണല്ലോ ദൈവമേ. ദാസപ്പൻ സാറ് മുട്ടിച്ച് തന്നപ്പോ ഇത്രയും മുറ്റാണെന്ന് കരുതിയില്ല. I like Japan. What a small country. See, my t-shirt is made in Japan. My mala is made in Japan. My hairstyle is made in Japan. Totally, I am Japanese technology. ജപ്പാൻ പോലും ജപ്പാൻ. ഒരെണ്ണാന് ചപ്പാൻ പോലും ഇല്ല. Yes, my dear. They coming. ഹലോ, കുട്ടിക്ക് SMS ഫ്രീ ആണോ? എനിക്ക് SMS ഫ്രീ ആണ്. മേത്ത് മുട്ടല്ലേ കുട്ടി. ഓൾ ദി ബെസ്റ്റ് മച്ചാ. ഓൾ ദി ബെസ്റ്റ് ഒക്കെ എൻ്റെ അടുത്ത്. It's getting hot here. ദാ ഇതിന് ചൂടെടുക്കണമെന്ന്. This is my first time in Giantville. No problem. I will take care of you. I'm feeling very scared. Don't worry. Babu ille kude. എന്റെ പേര് ജോസി. എന്താ ഈ പേടിയുള്ള കുട്ടിയുടെ പേര്? സീമ. സീമ. ഓ സീമ, എന്ത് നല്ല പേര്. എനിക്ക് സിനിമാ നടി സീമയുടെ അഭിനയം എന്ത് ഇഷ്ടാന്നറിയോ? നിർത്തടോ. നിർത്തില്ലെന്ന് ഇഷ്ടമാണ്. കുട്ടി ഏതിനാ പഠിക്കണ? പറയാ. ജേർണലിസം. ജേർണലിസം. ജേർണലിസം പഠിക്കുന്ന കുട്ടിക്കാണോ ഇത്ര പേടി? She is studying journalism, but she is panic. എന്റെ മാർത്ത് ചാരി കിടന്നോളൂ. കൈ എടുക്കണു. ഒരു ജോയിന്റ് വീല്. എന്റെ അമ്മേ, എന്തൊരു സ്പീഡ് അതിന്. മനുഷ്യന്റെ പ്രാണം പോയി.
ഇതെന്തൊരു പോക്കാണ് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തേണ്ടത്. ഫ്രണ്ട് അല്ലേ? ഹലോ, ഹലോ എന്താ പേര്? പ്രിംറോസ്. ഓ നൈസ് നെയിം. ഹായ്. ആടാ ഇത് ഹലോ, ഇതെന്റെ ഫ്രണ്ട് ആട്ടോ. ഹലോ. ഇത് എന്റെ ഫ്രണ്ട് സീമ. മറ്റേ കെട്ടിപ്പിടിച്ചാരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഏയ് മിസ്റ്റർ, താൻ എന്താണോ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഒരു പെണ്ണെന്ന് ചിരിച്ച ആണുങ്ങൾ നോക്കിയെന്ന് സംസാരിച്ച അപ്പ പുറകെ കൂടിക്കോളും. ഫ്രണ്ടാണ് ബാക്ക് ആണെന്നൊക്കെ പറഞ്ഞു നാണല്ലോ തനിക്ക്. ഒരു പൂവാലം വന്നിരിക്കുന്നു. ബൈ ബൈ വെള്ളക്കൊരങ്ങൻ. വെറുതെ അല്ല സീമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടാത്തത്. ഷീലയുടെ പനിയും തന്നെ നല്ലത്. ചെയ്തോളൂ. കർമ്മം ചെയ്യൂ. അർത്ഥേന്ദു നിമിഷം പരാഗപറ്റം ഏവം ധൂർധൂര വിവം കാന്തിയേ അർത്ഥേന്ദു ബിംബം സുഖസുപ്തിരാമം ഏവം ഇവം വിനായകം പ്രീതിം പ്രാപ്തി പരാഹം ഏവം എല്ലാവരും ഒതുങ്ങിയേക്ക്. ഇങ്ങനെ തിങ്ങി കൂടി നാരകത്തെ കാറ്റിട്ടുണ്ട്. ആന ദൂരം ഒന്നാലും കാണാം. കുറച്ചങ്ങോട്ട് മാറി. നമ്മൾ വാങ്ങിയ ആനയല്ലേ? നിങ്ങളല്ലേ പറയണത്? അച്ഛാ, ഈ ആന ആണാണോ പെണ്ണാണോ? ഇത് പിടിയാനേ മോളെ. ആണാണെങ്കിൽ കൊമ്പ് കാണില്ലേ? ഇത് കൊമ്പല്ലേ അച്ഛാ? ഇത് പല്ല. എല്ലാ പിടിയാനകൾക്കും ഇതുപോലെ ഉണ്ടാവും. കൊമ്പനാനയാണെങ്കിൽ വലിയ കൊമ്പുണ്ടാവും. ഇവളുടെ പേരെന്താ അച്ഛാ? അയ്യോ, അച്ഛൻ അത് ചോദിച്ചില്ലോ മോളെ. നമുക്ക് പുതിയ പേരിട്ടളയാം. അത് തന്നെ. നോക്കൂ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ. മരിച്ചുപോയ എന്റെ അമ്മയുടെ പേരിടാം, നാരായണി അമ്മന്ന്. ആരെ കാണുമ്പോഴെങ്കിലും എനിക്ക് എന്റെ അമ്മയൊന്നും ഓർക്കാലോ. അതൊക്കെ പഴഞ്ച പേരല്ലേ, നമുക്ക് നല്ലൊരു പേരിടാം അല്ലേ അച്ഛാ? മോള് എന്നൊരു നല്ല പേര് പറ. ഡിംപിൾ കപാടിയ. പറ്റൂടോ, അതൊന്നും ആനക്ക് പറ്റിയ പേരല്ലാന്ന്. വേറെ വല്ലതും ഉണ്ട്? രതി അഗ്നിഹോത്രി. എന്തോത്രി? രതി അഗ്നിഹോത്രി എന്ന്. ഇപ്പൊ നേരത്തെ വല്ലതും മനസ്സിലായോ? വല്ല കുഴപ്പമുണ്ടാവും തോന്നുന്നത്. അച്ഛൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ വൃത്തിയുടെ ഭാഷയൊക്കെ പറയുന്നേ. തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേർക്ക് പറയാൻ പറ്റിയ ഭാഷയാണ് ചേച്ചി. എന്റെ ഒരു നല്ലൊരു പേരുണ്ട്, മിസ് ഫമീല. നല്ല പേര്. നല്ല പേരുകളെല്ലാം പറയാം. മനുഷ്യനും നമസ്കാരം. വീണ്ടും സമയം തെറ്റിച്ചു. എന്താ ഇത്ര ലേറ്റ് ആയത്? നായികയെ കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ അലയായിരുന്നു. എന്നിട്ട് എവിടെ കിട്ടിയില്ലേ? കിട്ടി, പുറത്ത് നിർത്തിയിരിക്ക. സാറന്മാരോട് ചോദിച്ചിട്ട് അകത്തേക്ക് വിളിക്കാം. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ? യെസ്. കുട്ടി വരൂ. ഇതെന്താ പ്രച്ഛന്ന വേഷ മത്സരോ? ഒരു തളയെ മേക്കപ്പ് ഇടിച്ചു കൊണ്ടുവന്ന് പറ്റിക്കാൻ നോക്കുന്നോ? ഒരുപാട് ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അത്ര മോശമൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ നായിയാക്കാൻ പറ്റില്ല. അമ്മായിയമ്മയുടെ റോൾ കൊടുക്കാം. അമ്മായിമ്മയായിട്ട് അഭിനയിക്കുന്നതിന്റെ അമ്മായിമ്മനെ പോയിട്ട് വിളിച്ചിട്ട് വാടാ. എന്നെ നായിയാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. നായിയാക്കാൻ പറ്റിയ ഒരു സാധനം കടന്നു പോന്നാണേ. തള്ള നിന്റെ മൊറ്റമുള്ള ഉണ്ടാ. എടാ, അവൻ എന്നെ തള്ളേന്ന് വിളിച്ച് നീ കേട്ടില്ലേ? ഒന്നുമില്ലെങ്കിൽ നമ്മളൊന്നിച്ച് ഓട്ടുപത്തലി കഴിഞ്ഞതല്ലടാ. ആ സ്നേഹം കൊണ്ടാ ഞാൻ വന്നത്. ഏതുണ്ട് ഈ രണ്ട് കോന്തന്മാര്? നീയൊന്നും ഉമാരെ കൂട്ടത്തിൽ കൂടണ്ട. കള്ളന്മാരാ ഉമാര്. ഇറങ്ങിയിരിക്കാൻ കുറെ താടികൾ സിനിമ എടുക്കാൻ. രാജേന്ദ്ര, രാജേന്ദ്ര, എഴുന്നേക്കടാ, ഒന്ന് എഴുന്നേക്കടാ. എന്താടാ? അങ്ങോട്ട് പോകണ്ടേ? എങ്ങോട്ട്? ഉണ്ണിയുടെ അടുത്തേക്ക്. അവിടെ ഇപ്പൊ എന്തൊക്കെ ആയിട്ടുണ്ടാവോ? എന്താകാൻ? രണ്ടും കൂടെ വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞിരുന്ന് നേരം വിളിപ്പിച്ചിട്ടുണ്ടാവും. പോരണം അങ്ങോട്ട്. ആകപ്പാടെ ഒന്നേ ഉള്ളൂ. ഒന്ന് മതി. നിന്റെ ഒടുക്കത്തെ ഓസ് ഒന്ന് നിർത്ത്. നമ്മൾ ഏതോ വലിയ മണ്ടത്തരായി പോടാ. എന്താടാ? ഉണ്ണിയെ പിടിച്ചിപ്പോ കെട്ടിക്കണ്ടില്ലായിരുന്നു. ആ പ്രേമം കളിക്കാൻ മതിയായിരുന്നു. മതിയായിരുന്നു.
ഇനിയിപ്പോ പുതിയ ഷർട്ട് എടുത്തിടലും സ്മോൾ അടിക്കലും ബൈക്കിൽ ചെത്തി നടക്കലും ഒക്കെ തീർന്നില്ലേ? തീർന്നു. നമുക്ക് പാരം നമ്മൾ തന്നെ. ആ പത്രക്കാരൻ പത്രോസായിരിക്കും. പൈസ നാളെ കൊടുക്കാന്ന് പറയാം. എന്താണ് രാവിലെ എന്നെ വാതിലും വിളിക്കും? അയ്യോ അമ്മച്ചിയായിരുന്നോ? ഇന്ന് തീരെ എത്രയായി? എവിടെ എന്റെ വാടക? അമ്മച്ചി ശമ്പളം കിട്ടിയില്ല അമ്മച്ചി. എല്ലാം 1-ാം തീയതി ശമ്പളം കിട്ടുന്നല്ലേ? പഴയ മാനേജർ ട്രാൻസ്ഫർ ആയി പോയി. പഴയ മാനേജർക്കൊരം പുതിയ മാനേജർ വന്നിട്ടില്ല. പഴയ മാനേജർക്കൊരം പുതിയ മാനേജർ വന്നെങ്കിലല്ലേ പുതിയ മാനേജർക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ. ഇപ്പൊ പഴയ മാനേജറില്ല, പുതിയ മാനേജറില്ല. ഇനി പഴയ മാനേജർക്ക് വരാൻ പുതിയ മാനേജർ വന്ന് ചാർജ് എടുത്താലേ ഈ മാസം ശമ്പളം കിട്ടുള്ളൂ. നിർത്തറന്ന്. പഴയ മാനേജർ പണം എടുത്തിട്ട് പോയി. ശമ്പളം ഒക്കെ എടുത്തോണ്ട് പോയി. ഇല്ല അമ്മച്ചി ഭയങ്കര തമാശയാണല്ലോ. ഉവ്വടാ, നിങ്ങളൊക്കെ തമാശ പറഞ്ഞ് രസിപ്പിക്കാനല്ലേ ഞാൻ കാലത്തെ കയറി വന്നിരിക്കുന്നത്. എന്നാ അമ്മച്ചി ഇരിക്കും. പോടാ, ഉണ്ണി എവിടെടാ? അവനെ പിടിച്ചാലേ കാശ് കിട്ടുള്ളൂ. നീയൊക്കെ കള്ള കൂട്ടങ്ങളാടാ. ഇനി നാട്ടില ലീവ്. ലീവാ? ലീവോ കീവോ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ വാടക കിട്ടും. അത് പിന്നെ അമ്മച്ചി, അത് പിന്നെ വൈകിട്ട് അങ്ങോട്ട് എത്തിക്കാം. വൈകിട്ടോ? വീട്ടിലേക്ക് എത്തിക്കോ? വീട്ടിലേക്ക് എത്തിക്കാതെ വാക്ക് മാറിയ എന്റെ വീതം മാറും. അറിയാലോ നിനക്ക്? ആ പറിച്ചടാ കള്ള ജാതികളെ. ഒന്ന് വിട്ടു വന്നിടം. നീ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മച്ചിക്ക് വൈകിട്ട് എങ്ങനെ കാശ് കൊടുക്കൂടാ? അത് സാരമില്ല, നീ എങ്ങനെയെങ്കിലും കൊടുത്താൽ മതി. ഞാനാ? എടാ വീടിന് അഡ്വാൻസ് കൊടുത്തും ഫർണിച്ചർ മേടിച്ചു ഉണ്ണിക്ക് കാശ് കുറെ ചെലവായിരിക്കുക. അവനോട് ഇന്ന് വാടകയുടെ ഷെയർ ചോദിക്കാൻ പറ്റുമോ? ശരി, അപ്പൊ നീ എന്നെ കൊടുത്തേക്ക്. ആ അനിയമ്പിള്ള വല്ലതും കഴിച്ചോളൂ. കഴിച്ചാ ഉടനെ പുറപ്പെട്ടോളാൻ പറയും. അതുകൊണ്ട് കഴിച്ചില്ല. ഒരാഴ്ചത്തേക്കൂടെ എനിക്ക് സമയം തരണം. അതിനിടയിൽ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം. എന്നിട്ട് ഞാൻ പോക്കോളാം. കഴിഞ്ഞ ദിവസം പാളയം മാർക്കറ്റിനടുത്ത് CM-ന്റെ കാറ് കിടക്കുന്നതായിട്ട് അറിഞ്ഞു. അതൊരു ഇഷ്യൂ ആയി. അതിൽ അനിയമ്പിള്ളയ്ക്ക് എന്താ പങ്ക്? കുറച്ച് നല്ല മുറുക്കാൻ ചവയ്ക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ എങ്ങും അത് കിട്ടിയില്ല. സ്വന്തം അളിയനാണല്ലോ എന്നുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ചെയ്തു പോയതാണ്. അതൊരപരാധമായിട്ട് കാണരുത്. മുറുക്കാൻ വാങ്ങിക്കാൻ മുഖ്യമന്ത്രിയുടെ കാറ്. അനിയമ്പിള്ള ചേട്ടൻ അത് ചെയ്തത് ഏതായാലും ശരിയായില്ല. അതെന്ന് പറയണ്ട, ഇയാൾ ചെയ്തിട്ടുള്ളത് ഏതാ ശരിയായിട്ടുള്ളത്? ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും വന്ന് സുഖവാസം നടത്താനുള്ള സ്ഥലമല്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. മനസ്സിലായോ? എന്റെ ഭാര്യ സുമയും താനുമായിട്ടുള്ള ബന്ധുത്വം എങ്ങനെയാ? അല്ല, പെങ്ങടെ വകയിലുള്ള വല്യമ്മയുടെ 2ാം സംബന്ധക്കാരന്റെ പിന്നെ വളർത്തുമകൻ. അതെ. അല്ല ഒന്നുമില്ലല്ലോ. അളിയനെല്ലാം അറിയാമല്ലോ. അളിയൻ അളിയനെന്ന് മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞാൽ നാറ്റിക്കരുത്. എന്തു പറഞ്ഞാലും കേക്കില്ല. ഇറക്കി വിട്ടാലോട്ട് പോകത്തൂലെന്ന് പറഞ്ഞാ. എന്നാൽ ഒരു കാർഷിക ലോണോ തൊഴിലില്ലായ്മ വേതനമോ ഒപ്പിച്ച് തന്ന് എന്നെ സഹായിക്കുമോ? നടപ്പില്ല. അതൊന്നും നിങ്ങൾക്കുള്ളതല്ല. ശരി, വേണ്ട. അനിയൻപിള്ളേ, തനിക്കിവിടെ കുറച്ച് സ്വാതന്ത്ര്യം തന്നു കരുതി മേലാൽ ഇമാതിരി മണ്ടത്തരങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നള്ളിക്കരുത്. പലതും നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ താൻ ആളുകളുടെ 50ഉം 100ഉം വെച്ച് പിരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പച്ച കള്ളം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടെ വന്ന 2 പേരും എന്നോട് പറഞ്ഞേ. ഇനി അവന്മാര് പിരിച്ചിട്ട് ഈ പാവപ്പെട്ട എന്റെ തലയെ കെട്ടി വെച്ചാണ്. ഒരുമാതിരി അനാവശ്യം പറയരുത്. ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോണം. മേലെ അവിടെ കണ്ടുപോകരുത്. ലാസ്റ്റ് ബസ് ഇപ്പൊ പോയി കാണും. നാളെ നേരം എടുത്ത് ഫസ്റ്റ് വണ്ടിക്ക് ഞാൻ പോകൂല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോവൂ. അതിന് ഈ സാധുവിനെ കുറ്റം പറയരുതേ. പെങ്ങളെ, 2 ഏത്തമ്പഴത്തിനും കുറച്ച് ഉപ്പുമാവിനും ഇത്തിരി കടലയ്ക്കും ഒരു പുഴുങ്ങിയ താറാമുട്ടയ്ക്കും ഞാൻ കിച്ചണിൽ ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനും നിങ്ങളും ഒരു ചാൻ വയറിന് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത്. തട്ടിക്കളയരുതേ. ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ. ഉറങ്ങി. യെസ്, ഉറങ്ങി. ആദ്യം ആണി കടിച്ചെടുക്കണം. എന്നിട്ട് എണ്ണണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എണ്ണുന്നതിന് മുമ്പ് ഇറങ്ങിയിരിക്കണം. ഓക്കെ
ഓക്കെ. 1 2 3 4 5 6 7 8 9 10. बोले तो बासुरी कही തരനാനനാനനെ തരനാം കൊള്ളാലോ. ഇനിയിപ്പോ ഈ കളസെടുത്തിടണം, പിന്നെ ഈ ബാഗ് എടുത്ത് കൈ തൂക്കണം, പിന്നെ ഏത് ജഗത്താന്റെ മുമ്പിലും വിളറാത്ത സ്ഥിരം ചിരിക്കുന്നതിന്റെ മോന്തേ ഫിറ്റ് ചെയ്യും. ഇത്രയും കഴിഞ്ഞാ റെഡി. ഏത് രാജാവും വീഴും. വീഴ്ത്തും. എന്താ വീഴ്ത്തൂലേ? ആ വീഴുന്നു. ഏതായി തരുണീമണികൾ? അവന്മാരുടെ വിചാരം ഒന്ന് കണ്ണിറക്കി കാണിക്കുമ്പോഴേക്ക് ഈ ശങ്കരൻകുട്ടി വീഴുമെന്നാ. അത് നടക്കില്ല. പിന്നെ അതിനിച്ചിരി പുളിക്കും. വേറെ ആളെ നോക്കിയാ മതി. എങ്കിൽ പിന്നെ അവരെന്തിനാ എന്നെ നോക്കി കണ്ണിറക്കിയത്? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നി കാണും. അല്ലാതെ പിന്നെ അങ്ങനെയാണെങ്കിൽ അവരെ വല്ലാതെ നിരാശപ്പെടുത്തിയല്ലോ. ഇല്ല, ഒരിക്കലും ഞാൻ അവരെ നിരാശപ്പെടുത്താൻ. ആ ബോയ്, ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യും. ഓക്കെ ഓക്കെ, ഐ ആം വെരി ബിസി. See you. രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ ഈ മോന്ത കണി കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു, തീർന്നു. ചങ്കി കൊള്ളേണ്ടത് പുതിയത്തുണ്ട്, അത്രേ ഉണ്ടായിരുന്നു. മോനെ ഒന്ന് എണീക്ക്, എണീക്കടാ. ഇവന്റെ ഒരു ഉറക്കം. 9 മണിയായിട്ടുള്ളൂ. അലമാരയിലെ വീടിന്റെ ലോൺ അടയ്ക്കാൻ വെച്ച കാശ് കാണുന്നില്ല. ഇല്ലടാ, ഇന്ന് അടയ്ക്കാനുള്ളതാ. ആ പെണ്ണിനെയും കാണാനില്ല. ആ പെണ്ണിനെ കാണാനല്ലേ? ഇനി അവളെങ്ങാനും. അമ്മ എന്ത് മണ്ടത്തര പറയണേ? അമ്മ അവള് സ്വിറ്റ്സർലൻഡുകാരിയാണ്. നമ്മുടെ നക്കാപ്പിച്ചൊന്നും കിട്ടിയിട്ട് വേണ്ട. അമ്മ സ്വിസ് ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ട്. അവക്ക് അവിടെ അക്കൗണ്ട് ഉള്ളതല്ലേ. ആ ചെക്കല്ലേ എനിക്ക് ഇന്നലെ തന്നത്. അയ്യോ അയ്യോ, എന്റെ പേഴ്സ് എവിടെ? അമ്മ എന്താടാ? ഒരു പേഴ്സ് കാണാനല്ലോ. അതിന്റെ ചെക്ക് ഞാൻ പറഞ്ഞത്. അയ്യോ അമ്മ, സത്യം പറ, അമ്മ എടുത്താ? എന്തടി പറയുന്നേ? അയ്യോ, ആ അവിടെ എത്തിയല്ലോ. ഞാൻ പറഞ്ഞില്ല അവള് പോലീസ്. ഈ കമ്പിയിലാണ് ഈ വീട് താങ്ങി നിർത്തിയിരിക്കുന്നത്. കൊള്ളാം. അയ്യോ, ഇത് അയാളല്ലേ? പത്മയുടെ വീടല്ലേ? അമ്മ പേടിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. പറയൂ സാർ. ഇങ്ങോട്ട് ഇറങ്ങിയേക്കടാ. നിനക്കെന്താ കാര്യം? സാർ, ഇത് എന്റെ വീടാണ് സാർ. സാർ എന്താ ഇവിടെ? ഓഹോ, അങ്ങനെയാണല്ലേ. ഇവിടെ ജോലി എന്ന് പേരുള്ള ജോലിയല്ല സാർ, ജൂലി. ജൂലി എന്ന് പേരുള്ള ഒരു വിദേശി ജീവിച്ചിരുന്നോന്നല്ല സാർ, താമസിച്ചിരുന്നോ? ഉണ്ടായിരുന്നു സാർ. SI സാർ 2 പേരോടും ഇന്ന് തന്നെ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ ആദ്യമായിട്ടാ. എന്താടാ മരം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? നിനക്കൊന്നും നാട്ടിലുള്ള പെൺപിള്ളേര് പോരാടാ. കൊറേ ദിവസമായി ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലാ താമസം എന്നുള്ള സത്യമല്ലടാ? അയ്യോ, കൊറേ ദിവസം ഒന്നും ആയില്ല സാർ. ഇന്നലെ വന്നത്. അവര് ബ്രിട്ടാസിന്റെ ഫ്രണ്ടാ. തനിക്ക് എങ്ങനെയാണോ അവരെ പരിചയം? മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. നീ എന്താ ആളെ കളിയാക്കുന്നോ? അല്ല സാർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവൻ എങ്ങോട്ട് വിട്ടാ സാർ? തത്ത പറയുന്ന പോലല്ല, താറാ പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. അയ്യോ, അതും എനിക്ക് അറിയാം സാർ. സത്യം പറയടാ, നിനക്ക് എങ്ങനെയാ അവരെ പരിചയം? ഞാൻ വഴി വെച്ച് കണ്ടതാണ്. എന്നിട്ടാണോ നീ ആള് നല്ല പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത്?
അതവരുടെ മുഖലക്ഷണം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി സർ. എടോ അവർക്ക് മയക്കുമരുന്ന് കച്ചവടമാണ്. നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണവും ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. ഗോതമ്പുണ്ട മനസ്സിലായോടാ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അല്ല സർ, അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വക്കീലിനെ ഏർപ്പാടാക്കണ്ടേ? മര്യാദക്ക് നിന്നില്ലേ അഴി എണ്ണിക്കും. ജനലിന്റെ ആണ്? ജനലിന്റെ അല്ലടോ, പിന്നെ ജയിലിന്റെ. ഞാൻ എണ്ണാൻ സർ. DSP ഞാൻ വിളിച്ചിരുന്നു. ഏത് നിമിഷം ഇവിടെ എത്താം? ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാൻ മിസ് സീമ മേനോൻ. വളരെ പേഴ്സണലായ ഒരു കാര്യത്തിന് എനിക്ക് താങ്കളുടെ സഹായം വേണം. മാരണാവോ? യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഈ ഫോട്ടോ എന്റെ സിസ്റ്റർ രേഖാമേനന്റെയാണ്. അവൾക്ക് 1 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽപ്പെട്ട് മനസ്സിനൊരു എന്താ പറയാ, എന്തായാലും പറഞ്ഞോളൂ, മടിക്കണ്ട. അവൾ വളരെ നോർമൽ അല്ലാണ്ടായി. മെന്റൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇന്നലെ രാത്രി അവിടുത്തെ വേറൊരു ഇൻമേറ്റിനോടൊപ്പം അവൾ അവിടെ നിന്ന് ചാടിപ്പോയി. നോ ഫർദർ വെയർഅബൌട്ട്സ് ആർ നോൺ. ഹോസ്പിറ്റലിൽ നിന്നും ഇന്നലെ ഒരു കംപ്ലൈന്റ് കിട്ടി. ഇതല്ലേ കുട്ടികൾ? അതെ. അല്ല മിസ് മേനോൻ, ഈ കുട്ടികളുടെ ഫോട്ടോ വെച്ച് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ? പാടില്ല. ഷീ ഈസ് ആൻ അൺമാരിഡ് ഗേൾ. കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോന്ന് പത്രത്തിൽ വന്നാൽ ജസ്റ്റ് ഇമാജിൻ, അവളുടെ ഫ്യൂച്ചർ അതോടെ പോവില്ലേ? പറഞ്ഞതുപോലെ അത് ശരിയാണ്. ആട്ടെ, ഞാൻ അന്വേഷിക്കാം. ഒരു അൺഒഫീഷ്യൽ തലത്തിലുള്ള സെർച്ച് വേണം. താങ്കൾ അതിലൊരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കണം പ്ലീസ്. ഞാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാം. എന്റേതായ രീതിയിൽ ഞാനും അന്വേഷിക്കാം. ഇടയ്ക്ക് ബന്ധപ്പെടുകയും ചെയ്യാം. പ്ലീസ് സീ വാട്ട് ബെസ്റ്റ് യു ക്യാൻ ഡു. ആളെ പിടിച്ച് റെക്കോർഡാക്കി കയ്യിൽ തരികയല്ലേ വേണ്ടു. ആ കേസ് ഞാൻ ഏറ്റു. തലയിൽ ആണി ലൂസാവുമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വരാവുന്ന സംഭവമല്ലേ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വേണമല്ലോ പരസ്പരം സഹായിക്കാൻ. മിസ് സീമ പോയിക്കോളൂ. താങ്ക് യു സർ. നാൻകുടനാരെ. യെസ് സാർ. യെസ് സാർ. എവിടെയാണ് നെയിം പ്ലേറ്റ്? ഉണ്ട് സാർ. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ നാൻകുട്ടനാർക്ക് SIയുടെ മുറിയുടെ മുന്നിൽ എന്നൊരു പാറാവ്. എന്റെ മുറിയിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളൊരു കംപ്ലൈന്റുമായി വരുമ്പോ തനിക്ക് എന്താണ് മുഖത്ത് ഒരു കണ്ണേടി? തൊപ്പിയാൻ തെറിപ്പിക്കും. എന്റെ സാറേ, ഇങ്ങനെ ഒളിഞ്ഞും പാത്തും പതുങ്ങിയും സാറിനെ സ്പൈ ചെയ്യുന്ന കാര്യം എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ എന്ത് ചെയ്യും? സാർ സ്റ്റേഷൻ അകത്തായാലും പുറത്തായാലും സാറിന്റെ മേലെ ഒരു കണ്ണ് വേണമെന്ന് കുഞ്ഞന്നാമ്മ ചേർത്ത് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരിക്കുക. ഞാൻ സർവീസിൽ കയറുമ്പോൾ സാറിന്റെ അപ്പനായിരുന്നു എന്റെ ഇടം. കുഞ്ഞന്നാമ്മ ചേർത്ത് പറഞ്ഞാൽ ഞാൻ അനുസരിച്ചു പോകും. ഓ, ഒട്ടുക്കത്തെ ഒരു തന്തയും തള്ളിയും. നാൻകുടനാരെ, താൻ തന്നെ ജോലി നോക്കണോ? പോവാ സാർ, ഞാൻ അത് മാത്രമേ നോക്കൂ. വാട്ട്സ് പ്രോബ്ലം? ഒരേ വേഷം, ഒരേ പൊക്കം, 4 പേരും കൂടി എന്നെ തുരത്തി കളഞ്ഞു. ചുമ്മാ അവരെ എന്തിനാ പേടിക്കുന്നത്? അവരവിടെ വല്ല ഗ്യാസ് എടുക്കാമെന്ന പാർട്ടിക്കാരുമായിരിക്കും. അതെ, എന്റെ ഗ്യാസ് എടുക്കാൻ തന്നെ അവര് വന്നത്. Take it easy. Come on, dance with me. ഓ പ്ലീസ് നോ. Come on. ചേട്ടന് മഡോണ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്ന്? മറഡോണയുടെ എന്നാ പാസാ. മർഡോണയല്ല, മഡോണ. അതായത് പാട്ടുകാരി. അവരുടെ പാട്ട് ഇഷ്ടമാണോന്നാണ് ചോദിച്ചത്. ഡോളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അമീർ ഖാനെയാണോ സൽമാൻ ഖാനെയാണോ ഇഷ്ടം? 2 കാന്മാരെ ഇഷ്ടമാ. ആരാവന്മാര്? ചേട്ടന് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. ഉടനെ ഒരു ഡോക്ടർ. ഞാനിവിടെ വന്നപ്പോഴേ ചേട്ടനെ ശ്രദ്ധിച്ചു. എന്തൊരു ഗ്ലാമർ. ഈ അടുത്തിടെ കൽക്കരി കനി ജോലി ചെയ്ത് കറുത്തു. ഒരു ദിവസം കൊണ്ട് ചേട്ടൻ എന്റെ ഹൃദയത്തിൽ ചാടി കയറി കളഞ്ഞു. ഇത്ര പെട്ടെന്നൊന്നും ഞാൻ ആർക്കും പ്രവേശനം നൽകാറില്ല. ഞാനും എന്റെ തിരക്കിട്ട ബിസിനസ് ജീവിതത്തിനിടയിൽ ആയിരക്കണക്കിന് മുഖങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു മുഖം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പള്ളി തന്നെ ഉണ്ടോ? ലേശം നീരുണ്ടല്ലോ. നല്ല ഉരുക്കൂത്ത കൈ. അധികം വെച്ചോണ്ടിരിക്കല്ലേ?
ജലദോഷമുണ്ടോ? ഇല്ല. എന്താ? പിന്നെ ആരാ ചുമച്ചത്? ഞാനല്ല. പിന്നെ ആര്? പൊക്കോ പൊക്കോ. മാധവമ്മേ, അയ്യപ്പനായർ എവിടെ പോയി? കടയിൽ പോയിരിക്കുക. ഹിന്ദി മാഷോ? അയാള് വീട്ടിൽ പോയിരിക്കല്ലേ? 2-3 ദിവസം അതിന്റെ പോയിട്ട്. മാധവമ്മേ, കർക്കിടകമൊക്കെ അല്ലേ, നമുക്ക് ഈ ആനക്ക് ഒരു സുഖചികിത്സ നടത്തണ്ടേ? എന്നാലേ പൂർണ്ണാരോഗ്യം ഉണ്ടാവുള്ളൂ. നമുക്കൊരു കോഴി മരുന്ന് കൊടുത്തോളെ, എന്താ? കോഴി മരുന്നോ? ദിവസം 5 കിലോ കോഴി മഹാചൂർണമായി ചേർത്ത് ഇടിച്ചു പൊടിച്ച് 15 ദിവസം കൊടുത്താ പിന്നെ ഈ ആന പിടിച്ചാ കിട്ടില്ല. എന്തേ, ആന ഓടിപ്പോവോ? എന്ത് വിവരക്കേടാണ് ഇപ്പൊ പറയുന്നത്? മഹാചൂർണം വെച്ചാൽ വിഴാലരി, കാർക്കോലരി, കൊത്തമ്പാലരി, കരിഞ്ചീരകം, പെരുംജീരകം, കാട്ടുജീരകം, ചുക്ക്, കുരുമുളക്, തിപ്പലി, അമുക്കരം, മാതളത്തോട്, എടംപിരി, വലംപിരി, കടുക്കത്തോട്, താണിക്കത്തോട്, പെരുങ്കായം, പാൽക്കാർ, ഇവ കൂട്ടി കുഴച്ചുണ്ടാക്കുന്നതാണ്. ഒരു 3000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് ഇവിടെ സുഖചികിത്സ നടത്താം. തന്റെ ഒരു ഇടംപിരിയും വലംപിരിയും താനേ ഞങ്ങളെ ചതിച്ചത്. ഞങ്ങളുടെ സർക്കസിൽ കിടന്ന് ആനയെ വാങ്ങിച്ചതെന്ന് വെച്ച് സുഖചികിത്സ നടത്തണം അത്രേ. ഇവിടെ മനുഷ്യന് വേഷം വാങ്ങിക്കാൻ കാശില്ലാണ്ട് വലയ്യ. തനിക്കൂടെ ഞാൻ സുഖചികിത്സ നടത്താം. പോടോടുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ജോലി ചെയ്യണമെങ്കിൽ ആനക്ക് ആരോഗ്യം വേണ്ടേ? ഒരാട്ടിനെ പോറ്റാൻ കഴിവില്ലാത്ത നിങ്ങളോട് ആന ആന വാങ്ങാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു. നിൽക്കാനും ഇരിക്കാനും ഒഴിവില്ലാത്ത ഞാൻ ഇയാള് പിന്നാലെ നടന്നൊരു ചീപ്പ് റേറ്റിന് ഒരു ആന മേടിച്ചു കൊടുത്താ ആനന്റെ വില കേട്ട ആന വർഗത്തിന് നാണക്കടാ. വല്ല കൊമ്പനാനും വിവരം അറിയണ്ടെങ്കിലേ ഓടിച്ചിട്ട് കുത്തിക്കൊല്ലും. ആ, താനൊരു ഉപകാരം ചെയ്തു തരാമോ? ഇതിനെ ആ സർക്കസുകാർക്ക് കൊടുത്തിട്ടേ ആ കൊടുത്ത രൂപ ഇങ്ങ് തിരിച്ചു വാങ്ങിച്ചു തന്നാ തനിക്ക് പുണ്യം കിട്ടും. ഓ, കൊടുത്ത രൂപ ഒരു കവറിലിട്ട് പേരെഴുതി അവിടെ മേശക്കകത്ത് വെച്ചിരിക്ക. ഇയാള് ചെന്നാ ഉടനെ അവരെടുത്ത് കൊടുക്കും. നേരോ? ഓ, എന്നാ ഞാൻ അയ്യപ്പൻ നായരെ ഇന്ന് തന്നെ പറഞ്ഞു വിടാം. നിങ്ങൾക്ക് എന്താ അയ്യപ്പൻ നായർ പോലെ തലക്ക് പറ്റുണ്ടോ? സർക്കസ് ഇവിടുന്ന് പോയിട്ട് നാളെ എത്രയായി? ഓ, പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ ഞാൻ ഇതിനെ കൊത്തി മുറിച്ച് സൂപ്പ് വെച്ച് കുടിക്കി, കുറച്ച് അയപ്പം കൊടുക്കി. പോടോടുന്നു. വാ വാമേ, വാ ഇരിക്കേ. ചേടാ, ഇവരുടെ അന്തം വിട്ടുള്ള ഈ പകച്ചു മൂങ്ങൽ കണ്ടാ തോന്നും നമ്മളെ ഇവരെവിടുന്നോ തട്ടിക്കൊണ്ടുവന്നാണെന്ന്. ചായ അതിനിവിടെ ചായക്ക് പറഞ്ഞില്ലല്ലോ. ആദ്യമായിട്ടൊരു ചൂട് ചായ കുടിക്കണം സാറേ. ഇതാരെങ്കിലും പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾക്ക് കാപ്പി വേണ്ടെങ്കിലോ? ഇവിടത്തെ ചായക്കും കാപ്പിക്കും ഒരേ ടേസ്റ്റാ സാറേ. എന്റെ അടുത്ത് സാറുമാര് മെക്കിട്ട് കയറരുത്. ആര് ചോദിച്ചാലും ചായ കൊടുക്കാവൂ, കാപ്പി കൊള്ളത്തില്ല എന്ന് പറയണമെന്ന സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. ആരുടെ? മാനേജറുടെ. സ്റ്റോറിലേക്കുള്ള ചായപ്പൊടി സപ്ലൈ ചെയ്യുന്നത് മാനേജർ അളിയന്റെ കടയിൽ നിന്നാണ്. ഇത് ട്രേഡ് സീക്രട്ട് ആണ്. എന്റെ പൊന്നു സാറെ, പുറത്ത് ആരോടും പറയില്ല, എന്റെ ജോലി പോകും. ഇനി എന്തെങ്കിലും വല്ല ചിപ്സോ സോഡയോ ഹോട്ട് ഡ്രിങ്ക്സോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ബെല്ലൊന്ന് അമർത്തിയാൽ മതി. ഈ പീതാംബരൻ പറന്നെത്തും. അവനൊരു എല്ല് കൂടുതലാണെന്നാ തോന്നുന്നത്. ഫണ്ണി ഗൈ. ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണ്ടേ? യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ? ഓഫ് കോഴ്സ്. എനിക്കൊരു സംശയം. ആ റൂം ബോയ് ഇല്ലേ പീതാംബരൻ, അയാള് നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. നമ്മൾ ആരാണെന്ന് അവൻ അറിയാമായിരിക്കണം. അല്ലെങ്കിൽ അവൻ ഇത്രയും ഫ്രീഡം നമ്മുടെ അടുത്ത് എടുക്കില്ല. തനിക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. വെറുതെ മനുഷ്യനെ മനസ്സ് വേദനിപ്പിക്കുന്ന ഓരോ കുന്ത്രാണ്ടങ്ങൾ ആലോചിച്ച് കൂട്ടാതെ. അവനൊന്നും നമ്മളറിയില്ല. ഉറപ്പാണോ? ഇല്ല, കണ്ട് ഒരു ഹോട്ടൽ ബോയ്സിന്റെ ഒരു സ്ഥിര ഏർപ്പാടാണിത്. അങ്ങ് കയറിയും കൊട്ടും, അത്രേ ഉള്ളൂ. എങ്കിൽ ഭഗവാനെ നിനക്ക് സ്തുതി. വല്ല പരിചയക്കാരുടെ മുമ്പിൽ ഈ പരുവത്തിലെങ്ങാനും ചെന്ന് പെട്ടുകൊടുക്കായെന്നെങ്ങാനും അറിഞ്ഞ എന്റെ ആ പീസ് പൂട്ടും. കൃഷ്ണ ഗുരുവായൂരപ്പ, നീ തന്നെ തോണാ. താനൊന്ന് സമാധാനപ്പെടേണ്ട ഓമനെ കുട്ട. അല്ല, ഇതെന്താ ഇവിടെ? കുറെ നാളായാലോ കണ്ടിട്ട്. ഒറ്റയ്ക്കേ ഉള്ളൂ? അതോ ഫാമിലി ഉണ്ടോ?
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് ആളെ മനസ്സിലായില്ലേ. സത്യം പറഞ്ഞ മുഖം കണ്ടപ്പോ എവിടെയോ വെച്ച് കണ്ട ഒരു പരിചയം. നമ്മൾ തമ്മിൽ എവിടെ വെച്ചാ കണ്ടത്? ഒന്ന് ഓർത്തു നോക്കട്ടെ. ഓർത്തത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. ഉറപ്പാണ്? ഒരു സംശയമില്ല. എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും. അതല്ലല്ലോ കാര്യം. ഏതായാലും നമ്മളൊരു പരിചയപ്പെട്ടു. ഒരേ സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ശങ്കരക്കുട്ടി, ശങ്കർദാസ് എന്ന ഒഫീഷ്യൽ മെട്രോ ജനറൽ ഏജൻസീസിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ്. ഇവിടെ 205 താമസിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. സെയിൽസ് റെപ്രസെന്റേറ്റീവായ തനിക്ക് എന്നെ കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. എനിക്കപ്പോ ആള് മാറിയതായിരിക്കും, അല്ലാതെ ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. സാറേ, മാഷേ, ഹസൻ, വായക്കിടന്ന് 5-6 വാഴയും നാഷണൽ വേസ്റ്റ് ആയി പോയി. വല്ല കച്ചവടക്കാരൻ വിചാരിച്ചാ വല വീശിയത്. അയ്യോ, വീണില്ല. ഇരിക്കും. ഇയാളെവിടെ പോണു? അതാണല്ലോ ശങ്കർദാസ്. ഇങ്ങ് തരൂ, ഞാൻ വെച്ചേക്കാം. വേണ്ട, എന്റെ പെട്ടി വെച്ച് പൂട്ടാന്ന് ഇങ്ങോട്ട് തരുന്ന അവിടെ എവിടെയും വെച്ചത് കളയും. പിന്നെ മോളെ, മോളെ, 2 പവന്റെ മാലയാ. പക്ഷെ കണ്ടാ 1.5 പവന്റെ പൊലിമേ ഉള്ളൂ. ഒരു 3 പവൻ തികച്ചു വാങ്ങായിരുന്നു അല്ലേ? എന്തിനാ 3 പവനാക്കണേ? ഒരു 10 പവനായിക്കോട്ടെ. ചെക്ക് മാറി 40,000 കിട്ടിയല്ലേ? ബ്ലോക്ക് ഓഫീസിൽ തന്നെ 1000 രൂപ ഓരോരുത്തർക്കായിട്ട് വിരിച്ചു കൊടുത്തു. ഇപ്പൊ മോൾക്ക് മാലയും അമ്മയ്ക്ക് തുണിയും മേടിച്ച് 5-6,000 രൂപ അങ്ങനെയും പോയി. എന്നെ ജയിലിൽ കയറ്റി അഴി എണ്ണിക്കാനാണോ നിന്റെ ഉദ്ദേശം? ആനയുള്ള തറവാട്ടിലെ ഏക സന്തതിയാകാൻ പോവല്ലേ അവള്? നല്ല ഒരു മാല പോലും ഇല്ലാണ്ട് നിക്കണ കണ്ട കുടുംബത്ത് വന്നു കാരണം ആനയ്ക്ക് അതിന്റെ മാനക്കേട്. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി 33,000 രൂപയുണ്ട്, 30 ദിവസമുണ്ട്. അതിനകത്ത് ആനയെ വാങ്ങി അത് ആനയാണെന്ന് തെളിയിക്കണം. ആന കണ്ടറിഞ്ഞൂടെ ആനയാണെന്ന്? പിന്നെ എന്താ തെളിയിക്കാൻ? എടി, അത് സർക്കാർ നിയമമാണ്. IRDP ലോൺ കൊണ്ട് എന്ത് വാങ്ങിയാലും ജംഗമ വസ്തു എന്താണെന്ന് തെളിയിച്ചിരിക്കണം. ഉദാഹരണത്തിന്, ഞാനാണ് ജംഗമെങ്കിൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഓ എന്റെ ഭഗവാനെ, നിങ്ങൾ ജംഗമമാകാത്തത് എന്റെ ഭാഗ്യം. എന്റെ വായനൊന്നും കേക്കണ്ട. അവരുടെ നിബന്ധനകൾ വായിച്ചാലേ കിട്ടിയ കാശ് കൈകൊണ്ട് തൊടില്ല. എന്നാ എന്റെ തരൂ, ഞാൻ എന്റെ തരൂ. ഓ മോളെ, ഇതൊന്ന് വായിച്ചേ. ആ രൂപ എന്റെ തരുന്നേ. ഓ, നിബന്ധനകൾ: 1. വായ്പ കൈപ്പറ്റി 30 ദിവസത്തിനകം ആനയെ വാങ്ങി ഹാജരാക്കേണ്ടതാണ്. 2. വാങ്ങിക്കപ്പെടുന്ന ജംഗമ വസ്തു ആന വിഭാഗത്തിൽപ്പെടുന്ന ഉരുവാണെന്ന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എന്താ ഉരു? അത് നിനക്കുള്ള രോഗമൊന്നുമല്ല. ചോദ്യങ്ങൾ ചോദിക്കാതെ വായിക്കുന്നത് കേട്ട്. 3. ആന ആണോ പെണ്ണോ എന്നും ക്രയം നടക്കുന്ന സമയത്ത് ഉരുവിന് സാംക്രമിക രോഗങ്ങളൊന്നും പിടിപെട്ടിട്ടില്ലെന്നും അസിസ്റ്റന്റ് വെറ്റിനറി സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു മൃഗ ഡോക്ടറിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 4. ആനയെ വാങ്ങുന്ന ആളിന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങി വായ്പ ഉടമ്പടിക്കാരന്റെ റേഷൻ കാർഡ് സഹിതം ഹാജരാക്കേണ്ടതാണ്. 5. വായ്പ തുക പലിശ സഹിതം 40 തുല്യ ഗഡുക്കളായി അടച്ചു തീർക്കേണ്ടതും വായ്പയ്ക്ക് തുല്യമായ തുകയ്ക്ക് ഉടമ്പടിക്കാരന്റെ സ്ഥാവര സ്വത്തുക്കൾ ഈട് നൽകേണ്ടതുമാണ്. 6. അത് കൊള്ളാം. വായിക്കാൻ പറഞ്ഞ ആളുമില്ല, കേൾക്കാനിരുന്ന ആളുമില്ല. ഞാൻ ഇന്നലെ 3 തവണ ഫോൺ ചെയ്തില്ലേ? സ്റ്റൗ തിരിച്ചെടുക്കാമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ഇതാ ഗ്യാരണ്ടി കാർഡ് ഉണ്ട്. ഇരിക്കൂ. ഞാൻ ഇന്നലെ പുതിയൊന്ന് കൊടുത്തു വിട്ടതാണല്ലോ. ഇന്നലെ മുഴുവൻ സ്റ്റൗ നോക്കി ക്ലബിൽ പോലും പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ മാത്തുട്ടിയുടെ കൊടുത്തു വിട്ടല്ലോ. എന്നാ വേറെ വല്ല വീട്ടിലും കൊടുത്തു കാണും. ഇപ്പൊ മാഡം പോയിക്കോളൂ, ഞാനൊരു എൻക്വയറി നടത്തട്ടെ. സോറി. ഇനി എന്താ? അല്ല, ഇതാരും നമ്മുടെ വേലവെപ്പനല്ലേ? നീ എന്നിടെ ലാൻഡ് ചെയ്തേ? ഏതാ ഈ പുതുമുഖം? പുതുമുഖമല്ല, നായകൻ. നായകനോ? അതെ, ഈ കഥയിലെ നായകൻ. ഏത് കഥ? എല്ലാം പിന്നെ പറയാം. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ഒന്ന് കുളിക്കണം, ഭയങ്കര വിശപ്പ്. ഇന്ന് സിലിണ്ടർ തന്റെ സിലിണ്ടർ ഞാൻ നടക്കും. നിന്റെ ഗ്യാസ് മണ്ണാൻ കേട്ടാ. താൻ പോയി കംപ്ലൈന്റ് ഇടോ. ഈ മാത്തുക്കുട്ടി അങ്ങോട്ട് തോറ്റല്ലോ.
അവനൊരു ലൈനിൽ അയച്ചാ അന്ന് ചീത്ത മുഴുവൻ എനിക്കാ. ഒന്നും കൃത്യമായി ഡെലിവറി ചെയ്യുന്നില്ല. അതെങ്ങനെ? പുള്ളിക്ക് 100 കൂട്ടം ജോലിയില്ലേ? ഇന്ന് അവൻ ഏത് റൂട്ടിലാ? ഗാന്ധിനഗറാ. അപ്പൊ ഇന്നത്തെ തെരുവിളി മുഴുവൻ ഗാന്ധിനഗറിനായിരിക്കും. ഗാന്ധിനഗറിനായിരിക്കും. നിങ്ങൾ അകത്തേക്ക് ഇരിക്കും. ഞാനൊരു 3-4 തെരുവ് കൂടെ കേട്ടിട്ട് വരാം. എനിക്കിത് കിട്ടണം. എന്റെ കമ്മിങ് ആൻഡ് റൗണ്ടിങ്ങിൽ എന്തെങ്കിലും പന്തികേട് തോന്നിയോ? എനിക്കൊന്നും തോന്നില്ല. കണ്ണ് മോന്തകല്ലേ ഇരിക്കുന്നത്. ലൈറ്റ് ഇല്ല, ബെല്ലില്ല, ബ്രേക്ക് ആണെങ്കിൽ കുറവ്, പോരെങ്കിൽ ഡബിൾസും. പബ്ലിക് റോഡിൽ കൂടെ ലോഡുമായിട്ട് ലൈറ്റ് ഇല്ലാതെ വരുന്നത് ശിക്ഷാർഹമല്ലേ? വല്ല ട്രാഫിക് ഒന്നും ഇല്ലല്ലോ. എന്തോ അത്യാവശ്യത്തിന് പോണെന്ന് കരുതി ഞാൻ പോട്ടെന്ന് വെച്ചതാ. ഉണ്ടായി. അതോ മന്ത്രിയുടെ അളിയനാണെന്ന പരിഗണനയിൽ എന്റെ നേരെ കണ്ണടച്ചതോ? എന്നും വെച്ചോ. അങ്ങനെ വെക്കണ്ട. ഞാൻ ഈ നാട്ടിലെ പൗരനാണ്, സാധാരണക്കാരനാണ്. ഇവിടുത്തെ നീതി ന്യായവും എനിക്കും ബാധകമാണ്. ഒരുപാട് പ്രാരാബ്ദമുള്ള ഫാമിലിയിലുള്ള ആളാണ്. ജീവിച്ചു പോണ സർ. ഇതൊരു പ്രശ്നമാക്കണ്ടെന്നോ? ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സൽപ്പേരിന് തുടക്കം വെക്കുന്നത്. തന്നെ പോലുള്ളവരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാണ് വേണ്ടത്. സാർ അല്പം മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കണ്ണടച്ച. ഉണ്ടോ? മദ്യപിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്, തന്നെ പോലല്ല. ഇത്തരം കാര്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന താൻ തന്തയ്ക്ക് പറക്കാത്തവൻ. താന്റെ തന്തയ്ക്ക് പറയരുത്. പറയൂടാ, തന്തയ്ക്ക് പറക്കാത്തവൻ. ഞാൻ മുഖ്യമന്ത്രിയുടെ അളിയനാണ്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ അളിയനടുത്ത് പറഞ്ഞ് നിൽക്കൊക്കെ പ്രമോഷൻ വാങ്ങിച്ചിട്ട് ചെയ്തു. അയ്യോ സാർ അയ്യോ എത്ര എണ്ണമാണ് വന്നിരിക്കുന്നത് നോക്കി. അതെ, ഇരുന്ന് കൊഞ്ചിക്കണ. അത് വഞ്ചിക്കാനാണ്. നില്ല ഇത് പെശകാണ്. ഒറ്റക്കിരിക്കണ. ഒന്ന് പോടെ. ആരെ കണ്ടാലും ഇവൻ അങ്ങനെ തോന്നും. ഇത് പെശകാണെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ നോക്കിയോ, ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ വളയ്ക്കാം. നിങ്ങൾ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്താൽ മതി. ഹലോ നല്ല കാറ്റല്ലേ? ഇന്നും ഇവിടെ ഇങ്ങനെ കാറ്റുവെള്ളം വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ. ഇതൊരു ഭയങ്കര കഴിവാണ്. ഞാൻ എല്ലാ ദിവസം വരും. ഗുഡ്. താങ്ക് യു. സബ് കളക്ടർ. എന്റെ അമ്മോ, ഓടിക്കോടാ. പിന്നെ ഓടയല്ലേ ചെയ്യണത്. പേടിക്കണ്ട, വാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. കഴിഞ്ഞോ? നിൽക്ക്. കുഴപ്പമില്ല, പോയിക്കോ. ഷോക്ക് അടിച്ച വേദന ഉണ്ടോ?
ശവല ഗുളിക കഴിച്ചായിരുന്നോ? ചെറിയ കയ്പൊക്കെ കാണും, സാരമാക്കണ്ട, അസുഖം മാറണ്ടേ? ആ വേണ്ട വേണ്ട, എഴുന്നേക്കണ്ട. രാവിലെ ഭാര്യ വന്നിട്ട് എന്ത് കൊണ്ടുവന്നു? അവളെ ഞാൻ സംസാരിച്ച് ബുദ്ധിമുട്ടണ്ട, ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ വീട്ടിൽ പോവാ. കടന്നു. ഗുഡ് മോർണിംഗ് സാർ. എണീറ്റ് നടക്കരുന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അവിടെ പോയി കിടക്ക്, പോയി കിടക്കാൻ. ഇനി ഇങ്ങനെ നടക്കണത് കാണട്ടെ ഞാൻ, അപ്പൊ കാണിച്ചു തരാം. ഈ കുട്ടിയാണോ ഒന്ന് കൂടെ ഉണ്ടായിരുന്നത്? നോക്കട്ടെ. ഒരു സംശയം വേണ്ട, ഇത് തന്നെ പാർട്ടി. അത്രയ്ക്ക് ഉറപ്പായിരുന്നെങ്കിൽ തനിക്ക് അപ്പൊ തന്നെ വിളിച്ച് ഞങ്ങളെയോ മിസ് സീമയെയോ വിവരമറിയിക്കാമായിരുന്നില്ലേ? ഇത് നല്ല കൂത്ത്. അതിങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നുള്ള വിവരം മിസ് സീമ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. ഇവരെ പരിചയപ്പെടുന്നതിന് വെറും 3 മണിക്കൂർ മുമ്പാ. അപ്പൊ പിന്നെ എങ്ങനെയാ അറിയണത് സാറേ? എനിക്കെന്താ വല്ല ദീർഘദൃഷ്ടിയുണ്ടോ? ദൃഷ്ടി കുറച്ച് കുറവാണെന്ന് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. കേട്ടോ, വായിട്ടിളക്കണ്ട, ഇത് പോലീസ് സ്റ്റേഷനാണ്. ചോദിച്ചൊരു മാത്രം സമാധാനം പറഞ്ഞാൽ മതി. ഈ പെൺകുട്ടികളുടെ കൂടെയുള്ള കിളവന്മാരെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുമോ? അറിയും. നല്ല ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ ഉറപ്പല്ല. എന്നാ ഉറപ്പാണോ? ഉറപ്പാണ്. അതെ. ആട്ടെ, അവരെ കണ്ട എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ അവരെ കണ്ടാൽ ആരെ പോലെ ഇരിക്കുമെന്ന്. ആരെപ്പോലെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം കൂടി കണ്ടാലേ എനിക്ക് പറയാൻ ഒക്കൂ. അവന്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കി, ഒരു കള്ള ലക്ഷണമല്ലേ? എന്താ സാറേ, ചിലപ്പോ വല്ല പെൺപിള്ളേരെയൊക്കെ കണ്ടാൽ അറിയാമെന്നൊക്കെ പുളുവടിച്ച് ഈ പെൺകൊച്ചിനെ വളച്ചെടുക്കാനുള്ള വല്ല വേലയാണ് ഇവന്റെ എന്ന് എങ്ങനെ അറിയാം? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാറിനൊന്ന് ഉപദേശിക്കണമെന്ന് കുഞ്ഞന്നമ്മ ചേർത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ. ആ കിളവന്മാരുടെ കൂടെ ആ പെൺകുട്ടികൾ എവിടേക്കാണ് പോയത്? അതിപ്പോ ഞാനെങ്ങനെ അറിയും? പിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് അതെന്റെ മുറിയിൽ നിൽക്കുമ്പോ കോറിഡോറിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അത് എവിടേക്കാണെന്ന് ചോദിച്ചത് ഹോട്ടൽ റിസപ്ഷന്റെ അടുത്തേക്കാണ് പോയത്. ഞാൻ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു. അത് പുറത്തേക്ക് എവിടേക്കെങ്കിലും ആയിരിക്കും പോയിരിക്കുക. പുറത്തേക്ക് ഇറങ്ങി പോയത് പുറത്തേക്കല്ലാതെ പിന്നെ അകത്തേക്കാണോ പോവാ? അയാളുടെ കണ്ടുപിടുത്തം. നോക്കൂ ഇൻസ്പെക്ടർ, പ്ലീസ്. മിസ്റ്റർ ശങ്കർദാസിന്റെ സുഹൃത്താണ്. എന്നെ സഹായിക്കാനാണ് ഇദ്ദേഹം വന്നത്. അദ്ദേഹത്തെ വിഷമിപ്പിക്കരുത്. ഓൾ റൈറ്റ്, ഓക്കെ. തൽക്കാലം നിങ്ങൾ പോയിക്കൊള്ളൂ. കിട്ടിയ വിവരം വെച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ. സോറി, എന്റെ ബാഗ് മാറി. എക്സ്ക്യൂസ് മീ. ഓക്കെ. സംതിങ് ഒന്നും വാങ്ങാതെയാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് പോയി അലയാൻ പോകുന്നത്. കുഞ്ഞന്നമ്മ ചേർച്ചെങ്ങാനും ഇത് അറിഞ്ഞാൽ ഓർക്കുമ്പോ പേടിയാവും. അറിഞ്ഞ എന്നെ എടുത്തിട്ട് അലക്കും. ഞാൻ സഹിച്ചോളാം. എടോ, മൊത്തം സർവീസില് കൈക്കൂലിയും സംതിങ്ങും വാങ്ങാതെ ഒരു കേസെങ്കിലും അന്വേഷിക്കണ്ടേ? ഇതാവട്ടെ. സാർ